ആദ്യമായി ഒരു ഗൾഫ് രാഷ്ട്രത്തിൽ ആക്രമണം നടത്തിയ ഇസ്രായേൽ കടുത്ത നടപടി നേരിടേണ്ടി വരുമെന്ന് ഉറപ്പായി. ഇസ്രായേലിനെ അവരുടെ കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്ന ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് അൽ താനിയുടെ വാക്കുകൾക്ക് കൈയടിക്കുകയാണ് അറബ് ഇസ്ലാമിക് രാഷ്ട്രങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാർ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഉച്ചകോടിയിൽ എന്ത് നിലപാട് ഖത്തർ സ്വീകരിച്ചാലും ഖത്തറിനെ അറബ് രാജ്യങ്ങൾ പിന്തുണയ്ക്കുകയും ചെയ്യും. അതായത് തങ്ങളുടെ പരമാധികാരത്തിലേക്ക് കടന്നുകയറിയ ഇസ്രായേലിന് അതേ രീതിയിൽ മറുപടി കൊടുക്കാൻ ഖത്തർ തീരുമാനിച്ചാൽ അതിന് അറബ് രാഷ്ട്രങ്ങൾ ഖത്തറിനെ പിന്തുണയ്ക്കുകയും അതൊരു പക്ഷേ പശ്ചിമേഷ്യയിൽ വലിയൊരു അശാന്തിക്ക് തുടക്കമിടുകയും ചെയ്യും. ഇസ്രായേൽ നടത്തുന്ന അതിക്രമങ്ങളിലെ പ്രതികരണങ്ങളിൽ ലോകരാജ്യങ്ങൾ ഇരട്ട നിലപാട് സ്വീകരിക്കരുത് എന്ന ഒരു അഭ്യർത്ഥന കൂടി ഇന്നലെ ഷെയ്ഖ് മുഹമ്മദ് അൽ താനി നടത്തിയിട്ടുണ്ട്. അതായത് ഏതെങ്കിലും സാഹചര്യത്തിൽ ഖത്തർ ഇസ്രായേലുമായി സംഘർഷത്തിലേക്ക് നീങ്ങിയാൽ പശ്ചിമേഷ്യൻ രാഷ്ട്രീയം കൂടുതൽ സങ്കീർണമാകുന്ന അവസ്ഥ വരും. 2 ദിവസങ്ങളിലായി അറബ് ഇസ്ലാമിക് രാഷ്ട്രങ്ങളുടെ ഉച്ചകോടി നിശ്ചയിച്ചിരുന്നു. ഇതിനു മുന്നോടിയായി ഞായറാഴ്ച അറബ് ഇസ്ലാമിക് വിദേശകാര്യ മന്ത്രിമാരുടെ ഒരു യോഗവും നടന്നു. ഈ യോഗത്തിലാണ് ഇസ്രായേലിനെതിരെ കടുത്ത ശിക്ഷ എന്ന നിലപാട് ഖത്തർ മുന്നോട്ട് വെച്ചതും. ഖത്തറിന്റെ പരമാധികാരത്തിലേക്ക് കടന്നു കയറിയതിന് എന്ത് ശിക്ഷ കൊടുക്കണമെന്ന് ഖത്തർ തീരുമാനിച്ചാലും ഒപ്പമുണ്ടാകുമെന്ന നിലപാടാണ് മറ്റു രാഷ്ട്രങ്ങൾ കൈക്കൊണ്ടത്. ശക്തമായ നടപടികൾ ഇസ്രായേലിനെതിരെ കൈക്കൊള്ളുന്നത് സംബന്ധിച്ച് മുഴുവൻ രാജ്യങ്ങളും സംയുക്തമായ ഒരു പ്രസ്താവന ഒപ്പുവെക്കുന്നുണ്ട്. ഇസ്രായേൽ സമാധാനത്തിനും സഹവർത്തിത്വത്തിനും ഭീഷണിയാണ് എന്നാണ് അറബ് ഉച്ചകോടിയുടെ കരട് പ്രമേയത്തിൽ പറയുന്നത്. ഗൾഫ് രാജ്യങ്ങളെ വീണ്ടും ആക്രമിക്കുമെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭീഷണി അപകടകരമായ പ്രകോപനമാണ് എന്നും കരട് പ്രമേയത്തിൽ പറയുന്നുണ്ട്. ഇസ്രായേലിനെതിരെ അറബ് രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കണമെന്നും അന്താരാഷ്ട്ര സമൂഹം ഇരട്ടത്താപ്പ് ഒഴിവാക്കണമെന്നും ഉച്ചകോടിയിൽ ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. സംഘർഷത്തിലേക്ക് നീങ്ങുമോ അതോ നയതന്ത്രപരമായ ശിക്ഷാ നടപടികളാണോ സ്വീകരിക്കുക എന്നത് സംബന്ധിച്ച് ഇന്നത്തെ ഉച്ചകോടിയിൽ പ്രമേയം അവതരിപ്പിക്കുമ്പോൾ മാത്രമേ വ്യക്തത വരികയുള്ളൂ. ഇസ്രായേൽ ആക്രമണങ്ങൾക്കെതിരെയുള്ള പ്രതികരണമായി നയതന്ത്ര ബന്ധങ്ങൾ വിച്ഛേദിക്കുന്നതടക്കം ശക്തമായ തീരുമാനങ്ങൾ ഒരുപക്ഷെ ഉണ്ടായേക്കുമെന്നും സൂചനയുണ്ട്. വ്യാപാര നിയന്ത്രണങ്ങൾ ഉൾപ്പെടെ ഇസ്രായേലിനെതിരെ സമ്മർദ്ദം ചെലുത്താൻ അറബ് രാജ്യങ്ങൾ മുന്നോട്ട് വന്നേക്കാമെന്നും കരുതപ്പെടുന്നുണ്ട്. ഇസ്രായേലിനെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഖത്തർ നേരത്തെയും വ്യക്തമാക്കിയിട്ടുള്ളതാണ്. പലസ്തീനിൽ തുടങ്ങി ഖത്തറിൽ വരെ എത്തി നിൽക്കുന്ന അറബ് സമൂഹത്തിനെതിരായ ഇസ്രായേൽ ആക്രമണങ്ങളെ വലിയ ആശങ്കയോടെയാണ് മറ്റ് അറബ് ഇസ്ലാമിക് രാഷ്ട്രങ്ങളും കാണുന്നത്. പലസ്തീൻ ജനതയെ അവരുടെ നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഉന്മൂലന യുദ്ധം വിജയിക്കാൻ പോകുന്നില്ല എന്ന് ഇസ്രായേൽ മനസ്സിലാക്കണമെന്നാണ് ഖത്തറിന്റെ നിലപാട്. ഇസ്രായേലിനെതിരെ ഖത്തർ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ഒരളവ് വരെ അമേരിക്കയുടെ പിന്തുണയും ഉണ്ടാകും. കാരണം അമേരിക്കയുടെ അടുത്ത സുഹൃത്ത് രാഷ്ട്രമായ ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് അമേരിക്കയുടെ പിന്തുണ ഇല്ല എന്ന് നേരത്തെ അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ട്. ആക്രമണത്തിൽ അമേരിക്ക സന്തോഷിക്കുന്നില്ല എന്ന് പറഞ്ഞ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇസ്രായേലുമായുള്ള തങ്ങളുടെ ബന്ധം പുനഃപരിശോധിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും നേരത്തെ ആക്രമണത്തെ അപലപിക്കുന്ന UN രക്ഷാസമിതിയുടെ പ്രസ്താവനയിൽ അമേരിക്കയും പങ്കാളിയായിരുന്നു. കഴിഞ്ഞ ദിവസം ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് അൽ താനി അമേരിക്കയിൽ വന്നിരുന്നു. ഇസ്രായേലിനെ ഒറ്റപ്പെടുത്താനും ഖത്തറിന്റെ നിലപാടുകൾ വിശദീകരിക്കുകയുമായിരുന്നു ആ യാത്രയുടെ ലക്ഷ്യം. ആക്രമണത്തിൽ ഇസ്രായേലിനെതിരായ നയതന്ത്ര നീക്കങ്ങൾക്ക് അമേരിക്കയുടെ തത്വത്തിലുള്ള പിന്തുണ ലഭിച്ചിട്ടുമുണ്ട്. തങ്ങളുടെ പരമാധികാരത്തിനെതിരായ കടന്നുകയറ്റമെന്നാണ് ഖത്തർ കഴിഞ്ഞ ചൊവ്വാഴ്ചത്തെ ആക്രമണത്തെ വിശേഷിപ്പിക്കുന്നത്. ആക്രമണത്തിനെതിരെ ആഗോളതലത്തിൽ പിന്തുണ ആർജിക്കുന്നതിന് ഖത്തർ നയതന്ത്ര ശ്രമങ്ങൾ തുടരുകയാണ്. നല്ലൊരു അളവ് വരെ ആ ശ്രമങ്ങൾ വിജയിക്കുകയും ചെയ്തു. ആക്രമണത്തിന് പിന്നാലെ ആഗോളതലത്തിൽ ഖത്തറിന് വലിയ പിന്തുണ ലഭിച്ചിട്ടുണ്ട്. UN രക്ഷാസമിതിയിൽ ഖത്തറിനെ പിന്തുണച്ചും US അടക്കം 15 അംഗരാജ്യങ്ങളും ഒന്നിച്ച് പ്രസ്താവന ഇറക്കിയതും ഇതിന് തെളിവാണ്. ഇന്ന് നടക്കുന്ന അറബ് ഇസ്ലാമിക് രാഷ്ട്രങ്ങളുടെ അടിയന്തര ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി അറബ് രാഷ്ട്ര നേതാക്കൾ ഇന്നലെ തന്നെ ദോഹയിലെത്തിയിട്ടുണ്ട്. ആക്രമണം നടന്നതു മുതൽ അറബ് രാഷ്ട്രങ്ങൾ ഖത്തറിനെ പിന്തുണ അറിയിക്കുകയും ചെയ്തിരുന്നു. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹിയാൻ, കുവൈറ്റ് കിരീടാവകാശി ഷെയ്ഖ് സബാഹ് ഖാലിദ് അൽ ഹമദ് അൽ മുബാറക് അസബാഹ് അടക്കം വിവിധ രാജ്യങ്ങളുടെ തലവന്മാർ ഖത്തറിൽ നേരിട്ടെത്തി ഖത്തറിനെ ഐക്യദാർഢ്യം അറിയിച്ചിരുന്നു. ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ ഒന്നിച്ചു നീങ്ങാൻ ലക്ഷ്യമിട്ടുള്ള കരട് പ്രമേയവും ഇന്നലത്തെ വിദേശകാര്യ മന്ത്രിമാരുടെ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. എന്നിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ ഒരു സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയില്ല എന്ന് വിദേശകാര്യ വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. നയതന്ത്രപരമായി നീങ്ങാനുള്ള സാധ്യതയാണ് അവർ കാണുന്നത്. ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷനിലെ നേതാക്കളും 22 അംഗ അറബ് ലീഗിലെ നേതാക്കളുമാണ് ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. അതിനിടെ
ഖത്തറിന്റെ കാര്യത്തിൽ ഇടപെടുമ്പോൾ കൂടുതൽ ശ്രദ്ധാലുവായിരിക്കണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ദോഹ ആക്രമണത്തെക്കുറിച്ച് നെതന്യാഹുവിനോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴാണ് വളരെ ശ്രദ്ധാലുവായിരിക്കണമെന്നാണ് എന്റെ സന്ദേശം. അവർ ഹമാസിനെതിരെ ചെയ്യട്ടെ, പക്ഷേ ഖത്തർ അമേരിക്കയുടെ മഹത്തായ സഖ്യകക്ഷിയാണ് എന്നായിരുന്നു ട്രംപിന്റെ മറുപടി.